എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ +2ന്റെ പൈത്തൺ പാൻഡാസിലെ ഡാറ്റ ഫ്രെയിമിൽ പാർട്ട് 6 ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡാറ്റ ഫ്രെയിമിനെ കുറിച്ച് അതിന്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. ലിസ്റ്റ് വഴി എങ്ങനെ ഡാറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാമെന്ന് പഠിച്ചു. അതുപോലെ തന്നെ സീരീസ് വഴി എങ്ങനെ ഡാറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാമെന്ന് പഠിച്ചു. ഇന്ന് നമ്മൾ ഡിക്ഷണറി വഴി എങ്ങനെ ഡാറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാമെന്നാണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ് നമ്മൾ +1ൽ നമ്മൾ ഡിക്ഷണറിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഡിക്ഷണറി നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കോളം നെയിം കോളം അതിൻ്റെ ലിസ്റ്റ് കൊടുക്കുക. ഏതൊക്കെ ലിസ്റ്റാണോ ഉള്ളത് ആ ലിസ്റ്റ് കൊടുക്കുക. കോമ നെക്സ്റ്റ് കോളം മാച്ചസ് അതിൻ്റെ ഡാറ്റാസ് ലിസ്റ്റ് കൊടുക്കുക. റൺസ് അതിൻ്റെ ലിസ്റ്റ് കൊടുക്കുക. ഡിക്ഷണറി കൊടുക്കുമ്പോൾ എപ്പോഴും നമുക്ക് കേളി ബ്രേസിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ ഡിക്ഷണറി കൊടുക്കേണ്ടത്. നമ്മൾ ഡാറ്റ ഫ്രെയിം പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് കോളംസ് ഉണ്ട്, റോ ബേസ് ഉണ്ട്. അതായത് റോ ഇൻഡെക്സ് ഉണ്ട്, കോളം ഇൻഡെക്സ് ഉണ്ട്. റോ ലേബൽ എന്ന് പറയുന്നതാണ് ഇൻഡെക്സ്, കോളം ലേബൽ എന്ന് പറഞ്ഞാണ് കോളംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഡിക്ഷണറി എന്ന് പറയുന്നത്. ഈ ഡിക്ഷണറിനെ നമ്മൾ ഡാറ്റ ഫ്രെയിമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് DF = PD. ഡാറ്റ ഫ്രെയിം ഓഫ് പ്ലെയർ. നെക്സ്റ്റ്, ക്രിയേറ്റിംഗ് ഡാറ്റ ഫ്രെയിം യൂസിങ് എ ലിസ്റ്റ് ഓഫ് ഡിക്ഷണറി. ലിസ്റ്റ് ഓഫ് ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ ഡിക്ഷണറി ഒബ്ജക്ട്സ് വേണം. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വാല്യൂ മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് not a number will be displayed in the ഔട്ട്പുട്ടിൽ നമുക്ക് എന്നുള്ളതും ഡിസ്പ്ലേ ചെയ്ത് വരണം. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ലിസ്റ്റ് ഓഫ് ഡിക്ഷണറി എന്ന് പറയുന്നത്. അപ്പം ലിസ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഫസ്റ്റിന് സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുക. അതിൻ്റെ ഉള്ളിലായിരിക്കണം നമുക്ക് കേളി ബ്രേസ് കൊടുക്കേണ്ടത്. കൊടുത്തതിന് ശേഷം വിരാട് കോഹ്ലി, ഇത് നമുക്ക് ഹെഡിങ് വിരാട് കോഹ്ലി 107, K രാഹുൽ, R ശർമ്മ, H പാണ്ഡ്യ, ഇത് നമുക്ക് ഹെഡിങ്സ് ആയിട്ടാണ് വരുന്നത്. അതിൽ നമുക്ക് ഫസ്റ്റ് റോയാണ് ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 107, 102 ഒരു ലിസ്റ്റ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. നെക്സ്റ്റ് റോയാണ് വിരാട് കോഹ്ലി 35, നെക്സ്റ്റ് റോ കൊടുത്തിരിക്കുക. ഇതാണ് നമുക്ക് ലിസ്റ്റ് ഓഫ് ഡിക്ഷണറി എന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്നും ഓരോ ഡിക്ഷണറിയുടെ ഉള്ളിൽ ഓരോ റോയും ഓരോ ഡിക്ഷണറി ഉള്ളിൽ നമ്മൾ സെറ്റ് ചെയ്യുക. കേളി ബ്രേസ് എടുക്കുക. നെക്സ്റ്റ് കേളി ബ്രേസിൻ്റെ ഉള്ളിൽ നെക്സ്റ്റ് റോസ്, നെക്സ്റ്റ് കേളി ബ്രേസിൻ്റെ ഉള്ളിൽ, അങ്ങനെ 3 റോസ് ഉണ്ട്. ആ 3 റോസും 3 കേളി ബ്രേസും കൊണ്ട് നമ്മൾ വർക്ക് ചെയ്യണം. ഈ കേളി ബ്രേസ് ക്ലോസ് ചെയ്യുമ്പോഴാണ് ഒരു ഡിക്ഷണറി എന്ന് പറയുന്നത്. അതായത് ഇതിന്മേൽ 3 ഡിക്ഷണറീസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് റോയ്, സെക്കൻഡ് റോയ്, തേർഡ് റോയ്, ഇത് നമുക്ക് ഡാറ്റ ഫ്രെയിമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. DF = PD. ഡാറ്റ ഫ്രെയിം ഓഫ് പ്ലെയേഴ്സ്. ഇനി നെക്സ്റ്റ് ആണ് നെക്സ്റ്റ് ഡിക്ഷണറി. അതായത് ഒന്നിൽ ഡിക്ഷണറി യൂസ് ചെയ്യുക. നമ്മൾ ഡിക്ഷണറി കോളം ഇൻഡെക്സ് വെച്ചിട്ടാണ് നമ്മൾ സാധാരണ കേസിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. കോളം ഇൻഡെക്സ് വെച്ചിട്ടാണ്. ഇനി നമ്മൾ റോ ഇൻഡെക്സ് വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ നെസ്റ്റഡ് ഡിക്ഷണറി കോൺസെപ്റ്റായിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് 2018-ലെ 9-ലെ സ്കോറാണ് നമ്മൾ എടുക്കുന്നത്. 2018-ൽ വിരാട് കോഹ്ലിക്ക് 2345 ഉണ്ട്, രോഹിത് ശർമ്മയ്ക്ക് 2205, അതുപോലെ 2009. അപ്പം ഇതൊരു ഡിക്ഷണറിയാണ്. 2018 എന്നുള്ളത് കോളൻ, എപ്പോഴും ഡിക്ഷണറിയിൽ നമുക്ക് കോളൻ ഉപയോഗിക്കണം. 2018 കോളൻ, ഇത് ഫസ്റ്റ് ഡിക്ഷണറി, ഇത് സെക്കൻഡ് ഡിക്ഷണറി. ഇങ്ങനെ ഒന്നിൽ ഡിക്ഷണറി യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് നെസ്റ്റഡ് ഡിക്ഷണറി എന്ന് പറയുന്നത്. അപ്പം നെസ്റ്റഡ് ഡിക്ഷണറിയിൽ ഫസ്റ്റ് നമ്മൾ കേളി ബ്രേസിൽ തന്നെ അതിൻ്റെ വീണ്ടും കേളി ബ്രേസിൻ്റെ ഉള്ളിലാണ് നമ്മൾ 2 കേളി ബ്രേസ് യൂസ് ചെയ്യണം. ഫസ്റ്റ് ഡിക്ഷണറി കേളി ബ്രേസ്. ഇപ്പോൾ ഇവിടെ ലിസ്റ്റ് ഓഫ് ഡിക്ഷണറി ആണ്. ഇവിടെ നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റ് വന്നതിന് അതിന് ശേഷം കേളി ബ്രേസ് വരുന്നത്. ഇത് നെസ്റ്റഡ് ഡിക്ഷണറി ആകുമ്പോൾ മൾട്ടിപ്പിൾ ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാനാണ്. മൾട്ടിപ്പിൾ ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കേളി ബ്രേസും അതിൻ്റെ ഔട്ടറായിട്ട് യൂസ് ചെയ്യേണ്ട വരും. ഒരു എക്സ്ട്രാ കേളി ബ്രേസ് യൂസ് ചെയ്യേണ്ട വരും 2018-നും 19-നും. നെക്സ്റ്റ് നമുക്ക് ഡാറ്റ ഫ്രെയിം ndArray വെച്ചിട്ട് നമ്മൾക്ക് എങ്ങനെ ചെയ്യാം. നമ്മൾ പറഞ്ഞു അറേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ ഡാറ്റ ടൈപ്പിലുള്ള എലമെൻറ്റ്സ് നമുക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. അത് നമുക്ക് മെട്രിക്സ് രൂപത്തിലോ അങ്ങനെ ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം. പക്ഷെ അതിൻ്റെ ഡാറ്റാസ് എല്ലാം ഒരേ ഡാറ്റ ടൈപ്പ് ആയിരിക്കും. അറേയിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്പ് യൂസ് ചെയ്യണം. ഇമ്പോർട്ടൻറ്റ് നമ്പേഴ്സ് NP. അറേ എന്നൊരു ഫംഗ്ഷനാണ്, അതുകൊണ്ട് തന്നെ പാരന്തസിസിൽ ഇടുക. അതിനുശേഷം നമ്മൾ മൾട്ടിപ്പിൾ റോസ് ഉണ്ട് ഇവിടെ. നമുക്കിപ്പോൾ 10, 20, 30 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയാണ്. 77, 66, 55 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോയാണ്. ഇതിലേക്ക് നമ്മൾ ഓരോ എലമെൻ്റ് എന്നാണ് പറയുന്നത്. 10, 20, 30. അതായത് ഇപ്പോൾ 10ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 00, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഇതിൽ ഫസ്റ്റ് വാല്യൂ. അതുപോലെ 01 ആണ് 20, 0,2 ആണ്
30. അപ്പോൾ ഇതിങ്ങനെ ഇത് ഫസ്റ്റ് റോ ആയിട്ടും ഇത് സെക്കൻഡ് റോ ആയിട്ടിരിക്കണേ. ഒരേ ഡേറ്റ ടൈപ്പുള്ള ഒരു സെറ്റ് എലമെന്റ്സ് നമ്മൾ ഒരു വേരിയബിളിൽ നമ്മൾ സ്റ്റോർ എ എന്ന ഒരു വേരിയബിളിൽ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇതാണ് നമുക്ക് ndArrays എന്ന് പറയുന്നത്. ndArray നമുക്ക് മൾട്ടിപ്പിൾ എലമെന്റ്സ് ഉള്ളത് കൊണ്ട് നമ്മൾ 2 സ്ക്വയർ ബ്രാക്കറ്റ് ഔട്ടർ സ്ക്വയർ ബ്രാക്കറ്റും കൂടി യൂസ് ചെയ്യണം. എങ്കിലാണ് നമുക്ക് മൾട്ടിപ്പിൾ ലൈൻസിൽ ഡിസ്പ്ലേ ചെയ്ത് വരത്തുള്ളൂ. pd.dataframe of a. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് നമ്മൾ പഠിച്ചു. ലിസ്റ്റിൽ നിന്ന് എങ്ങനെ ഡാറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാം, സീരീസിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്നത്, ഡിക്ഷണറി, ലിസ്റ്റ് ഓഫ് ഡിക്ഷണറി, അറേസ്. നമുക്ക് ഡാറ്റ ഫ്രെയിമിന്റെ ആട്രിബ്യൂട്ട്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ സീരീസിന്റെ ആട്രിബ്യൂട്ട്സ് പോലെ തന്നെ ഡാറ്റ ഫ്രെയിമിന്റെയും ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അതുപോലെ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ റോ ലേബലിന് വേണ്ടി, ഡാറ്റ ഫ്രെയിമിലെ റോ ലേബിൾസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് റോ ഇൻഡെക്സ്, എന്താണ് കോളം ഇൻഡെക്സ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോളംസ് ഇത് എപ്പോഴും നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുണ്ട്. കോളം ലേബൽ ഓഫ് ദ ഡാറ്റ ഫ്രെയിം, അതായത് കോളംസ് എന്നാണ് അതിൻ്റെ നെയിം, കോളംസ്. ആക്സസ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ലിസ്റ്റ് ഓർ റെപ്രസെൻറ്റിങ് ബോത്ത് ദ ആക്സസ്, അതായത് ബോത്ത് ആക്സസ് ആണുള്ളത്. ഒന്ന് 0, ആക്സസ് 0, സെക്കൻഡ് ആക്സസ് 1. ആക്സസ് 0 എന്ന് പറഞ്ഞാൽ റോ ഇൻഡെക്സിനും ആക്സസ് 1 എന്ന് പറഞ്ഞാൽ കോളം ഇൻഡെക്സിനും വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ്. ഡി ടൈപ്പ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ദ ടൈപ്പ് ഓഫ് ഡാറ്റ ഇൻ ദി ഡാറ്റ ഫ്രെയിം. സൈസ് എന്ന് പറഞ്ഞാൽ റെപ്രസെന്റിങ് ദി നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദിസ് ഒബ്ജക്റ്റ്. നമുക്ക് ഇതിൽ എത്ര എലമെന്റ്സ് ഉണ്ട്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡാറ്റ ഫ്രെയിമിൽ എത്ര ഒബ്ജക്റ്റ് ഉണ്ട്. നെക്സ്റ്റ് ഷേപ്പ്, റിട്ടേൺ ടൂപ്പിൾ റെപ്രസെന്റ് ഡയമെൻഷനാലിറ്റി ഓഫ് ഡാറ്റ ഫ്രെയിം. ഷേപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കോളംസ് ഉണ്ട്, എത്ര റോസ് ഉണ്ട്, അതാണ് നമ്മൾ ഷേപ്പിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വാല്യൂസ് എന്ന് പറഞ്ഞാൽ നമ്പർ, റിട്ടേൺസ് എ നമ്പർ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി ഡാറ്റ ഫ്രെയിം. എംറ്റി എന്ന് പറഞ്ഞാൽ ഡാറ്റ ഫ്രെയിം എംറ്റി ആയിരിക്കും. എൻഡി റിട്ടേൺ ഇൻഡ് റെപ്രസെൻറ്റിംഗ് നമ്പർ ഓഫ് ആക്സസ് അറേ ഡയമെൻഷൻ. ടി എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോസ് ഇൻഡെക്സ് ആൻഡ് കോളംസ്. നമുക്ക് ഇൻഡെക്സ് കോളംസ് ട്രാൻസ്പോസ് ചെയ്യാനാണ് ടി യൂസ് ചെയ്യുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ഇൻഡെക്സ്, കോളംസ്, സൈസ്, ഷേപ്പ്. ഇതൊക്കെ നമുക്ക് എപ്പോഴും നമുക്ക് എക്സാമിന് നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാകാറുണ്ട്. നമ്മുടെ ഡാറ്റ ഫ്രെയിമിൻ്റെ നമ്പർ ഓഫ് എലമെന്റ്സ്, അതാണ് സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ ഇതാണ് നമ്മുടെ ഡാറ്റ ഫ്രെയിം എന്ന് വിചാരിക്കാം. മാർക്കറ്റിംഗ് എന്നൊരു കോളുണ്ട്, സെയിൽസ് എന്നൊരു കോളുണ്ട്, ഏജ്, നെയിം, സെക്സ്, 3 റോ ഇൻഡെക്സ് ഉണ്ട്. ഇതാണ് നമ്മുടെ എലമെന്റ്. ഇതിൽ dfn.index എന്ന് പറഞ്ഞാൽ ഏജ്, നെയിം, സെക്സ്. dfn എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാറ്റ ഫ്രെയിമിന്റെ പേരാണ്. dfn.index എന്ന് പറയുമ്പോൾ ഇതാണ് അതിന്റെ നെയിം, ഏജ്, നെയിം, സെക്സ്. അതിന്റെ ഡി ടൈപ്പ് എപ്പോഴും ഒബ്ജക്റ്റ്, സ്ട്രിങ് ആണ്, അതുകൊണ്ട് അത് ഒബ്ജക്റ്റ് ആണ്. നെക്സ്റ്റ് നമുക്ക് dfn.columns, കോളം ലേബലിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോളംസ് യൂസ് ചെയ്യുന്നത്. അതാണ് നമുക്ക് മാർക്കറ്റിംഗ്, സെയിൽസ്. dfn.access, ആക്സസിൽ നമുക്ക് റോ ഇൻഡെക്സും ഉണ്ട്, കോളം ഇൻഡെക്സും ഉണ്ട്. ആക്സസ് 0 ആണെങ്കിൽ റോ ഇൻഡെക്സ്, ആക്സസ് 1 ആണെങ്കിൽ കോളം ഇൻഡെക്സ് ആയിരിക്കും. ഇനി dfn.d ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഡാറ്റ ടൈപ്പ്. നമുക്ക് ഇതിന്റെ ഡാറ്റ ടൈപ്പിൽ നിന്ന് നമ്മൾ ഒബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് dfn.size, സൈസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ്. ഇതിൽ നമുക്ക് 1 2 3 4 5 6 എലമെന്റ്സ് ആണ് നമുക്കുള്ളത്. അപ്പോൾ 6 ഡിസ്പ്ലേ വരും. dfn.shape, ഷേപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കുള്ള റോ ഇൻഡെക്സും കോളം ഇൻഡെക്സും, അതായത് റോ ഇൻഡെക്സ് 3 ആണുള്ളത്, 3, കോളം ഇൻഡെക്സ് 2. പിന്നെ ഡയമെൻഷനാണ് നമുക്ക് 2 ഡയമെൻഷനാണ് നമുക്കുള്ളത്. ഇനി dfn.empty എന്ന് പറഞ്ഞാൽ എംറ്റി ആയിട്ടുള്ളത്, അതായത് ഡാറ്റ ഫ്രെയിം ഈസ് എംറ്റി. അപ്പം നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്ന ഫാൾസ് ആയിട്ടായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇതിൽ ഗെറ്റിംഗ് കൗണ്ട് ഓഫ് നോൺ വാല്യൂ ഇൻ ഡാറ്റ ഫ്രെയിം. ഇതിൽ കൗണ്ട് ഓഫ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് എത്ര ഒരു കോളത്തിൽ എത്ര എലമെന്റ്സ് ഉണ്ട് അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന dfn.count_of. ഇവിടെ നമുക്ക് നള്ള് അല്ലെങ്കിൽ നമുക്ക് 0 എന്ന് കൊടുക്കാം. കൗണ്ട് ഓഫ് ആണെങ്കിൽ, അതായത് നമുക്ക് മാർക്കറ്റിംഗ് 3 എലമെന്റ്സ് ഉണ്ട്, സെയിൽസ് 3 എലമെന്റ്സ് ഉണ്ട്. അത് നമുക്ക് കോളം ബേസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഇഫ് യു പാസ് ആർഗ്യുമെന്റ് ആസ് 1, നമുക്ക് 1 ആർഗ്യുമെന്റ്സ് നമ്മൾ പാസ് ചെയ്യുകയാണെങ്കിൽ then it returns count of non value for each row. ഒരു റോ ബേസ് ആയിട്ടായിരിക്കും വന്നിരിക്കുന്നത്. റോ ബേസ് എന്ന് പറയുമ്പോൾ ഏജിൽ നമുക്ക് 2 എലമെന്റ് 2, നെയിം 2, സെക്സ് 2. അത് റോ ബേസ് ആയിട്ടാണ് നമുക്ക് കൗണ്ട് ഓഫ് 1 ആർഗ്യുമെന്റ് 1 നമുക്ക് വരുന്നത്. ഇനി നമുക്ക് ഇത് സാമ്പിൾ, ഇത് നമ്മൾ കുറേ പഠിച്ചതിന് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ്, ക്രിയേറ്റ് ദ ഫോളോയിങ് ഡാറ്റ ഫ്രെയിം യൂസിംഗ് ലിസ്റ്റ് ഓഫ്
ഡിക്ഷണറി. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ സാധാരണ കേസിൽ വരാറുണ്ട് എല്ലാ എക്സാമിനും. ഇത് നമ്മുടെ റോ ഇൻഡെക്സ് ആണ്, ഇത് കോളംസ്, ഇതാണ് നമുക്ക് എലമെന്റ്. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ഇമ്പോർട്ട് പാൻഡാസ് എസ്പിഡി. ഇനി ലിസ്റ്റ് ഓഫ് ഡിക്ഷണറി നമുക്കൊരു നെയിം കൊടുക്കാം, ഇഷ്ടമുള്ള നെയിം കൊടുക്കാം. ഈക്വൽ ടു നമ്മൾ ഡിക്ഷണറി ആയതുകൊണ്ട് കേളി ബ്രേസിന്റെ ഉള്ളിൽ എ കോളൻ എയുടെ വാല്യൂ 1,5 കോമ ബി കോളൻ 2,6 സി കോളൻ 3,8. അത് നമ്മൾ ലിസ്റ്റിൽ കൊടുക്കണം, ലിസ്റ്റായിട്ട് കൊടുക്കുക ഓരോന്നും. ഇവിടെ നമുക്ക് ഡിക്ഷണറി ആയിട്ട് കൊടുക്കുക. അതാണ് ലിസ്റ്റ് ഓഫ് ഡിക്ഷണറി എന്ന് പറയുന്നത്. ഇനി DF ഈക്വൽ ടു pd.dataframe ഓഫ് ലോഡ് പ്രിന്റ് DF. അപ്പൊ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് സാധാരണ ഒരു ടേബിൾ തരും, ആ ടേബിൾ നമ്മൾ ഡാറ്റാഫ്രെയിം ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനാണ് സാധാരണ കേസിൽ പറയുന്നത്. സെക്കൻഡ്, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ടു പ്രൊഡ്യൂസ് ദ ഔട്ട്പുട്ട്. ഇവിടെ നമുക്ക് ഇമ്പോർട്ട് പാൻഡാസ് എസ്പിഡി, നമ്മൾ ലിസ്റ്റ് 1 ഉണ്ട്, ലിസ്റ്റ് 2 ഉണ്ട്. ഇവിടെ DF ഈക്വൽ ടു pd.dataframe ഓഫ് ലിസ്റ്റ് 1, ലിസ്റ്റ് 2. പിന്നെ നമുക്ക് ബ്ലാങ്ക് ആയിട്ട് എടുത്തിരിക്കാം. പ്രിന്റ് DF കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിലൊരു ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിന്റെ ഔട്ട്പുട്ട് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഇൻഡെക്സ് ഉണ്ട്, ഇവിടെ നമ്മൾ ഇൻഡെക്സ് കൊടുത്തിട്ടില്ല. ഇവിടെ നമുക്ക് കോളംസും ഉണ്ട്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് pd.dataframe ലിസ്റ്റിലുള്ള L1, L2, ഇൻഡെക്സ് ഈക്വൽ ടു A, B. ഇത് സ്ട്രിങ് ആണ്, ക്യാരക്ടർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ കോഡ്സിൽ കൊടുക്കണം A, B, അതിന്റെ കോളംസ് ഇൻഡെക്സ് കൊടുക്കുക, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. അപ്പൊ ഇൻഡെക്സും കൊടുക്കണം, കോളംസും. നമുക്ക് ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്, അപ്പൊ അത് വെച്ചിട്ട് വേണം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ. നെക്സ്റ്റ്, കൺസിഡർ ദ കോഡ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, LD വെച്ചിട്ട് ഡിക്ഷണറി തന്നിട്ടുണ്ട്, 2 ഡിക്ഷണറി ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഇനി ഡാറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി റോസ് വിൽ ബി ദെയർ ഇൻ ഡാറ്റ ഫ്രെയിം. എത്ര റോസ് ഉണ്ട് ഡാറ്റ ഫ്രെയിമിൽ? ഇവിടെ നമുക്ക് കോളമായിട്ട് വരുന്നതാണ് A, B, C. ഇവിടെ നമുക്ക് C ഇല്ല, അത് ഞാനായിട്ട് നമ്മൾ എടുക്കും. 3 കോളം ഉണ്ട്, പക്ഷെ വാല്യൂസ് എയുടെ വാല്യൂ ആകുമ്പോൾ 10ഉം 5ഉം, ബിയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ 20, 10ഉം, C എന്ന് പറയുമ്പോൾ ഞാനും 20. ഇങ്ങനെയാണ് നമുക്ക് വേണമെങ്കിൽ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇവിടെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടില്ല, ഇമ്പോർട്ട് പാൻഡാസ് എസ്പിഡി റൺ ചെയ്യുമ്പോൾ ABC അതില് ഫസ്റ്റ് ഇതിൽ നമുക്ക് സിയിൽ ഡാറ്റ ഇല്ല, അപ്പോൾ ഞാൻ വാല്യൂ ഡിസ്പ്ലേ ചെയ്ത് വരും. പിന്നെ 5, 10, 20. അപ്പൊ 2 റോസ് ഉണ്ട്, 3 കോളംസ് ഉണ്ട് അതിന്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ, ഹൗ മെനി റോസ് വിൽ ബി ദെയർ ഇൻ ഡാറ്റ ഫ്രെയിം DF 2, ഹൗ മെനി കോളംസ് വിൽ ബി ദെയർ ഇൻ ഡാറ്റ ഫ്രെയിം DF 3, ഹൗ മെനി ഞാൻ വിൽ ബി ദെയർ ഇൻ ഡാറ്റ ഫ്രെയിം DF 1. ഒരൊറ്റ നാണേ നമുക്കുള്ളൂ. റൈറ്റ് ദ മിസ്സിംഗ് ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് ഇൻ ദ അബവ് കോഡ്. നമ്മളോട് പറഞ്ഞ മിസ്സിംഗ് ആയിട്ടുള്ള ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് ഇതാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇമ്പോർട്ട് പാൻഡാസ് PD. ഹൗ മെനി ഡിക്ഷണറീസ് ആർ യൂസ്ഡ് ഇൻ ദി അബവ് കോഡ്. ഇതിൽ എത്ര ഡിക്ഷണറി ഉണ്ട്? ഇത് ഫസ്റ്റ് ഡിക്ഷണറി, ഇത് സെക്കൻഡ് ഡിക്ഷണറി, ഫസ്റ്റ് ഡിക്ഷണറി, സെക്കൻഡ് ഡിക്ഷണറി. അപ്പൊ 2 ഡിക്ഷണറി ആണ് നമുക്ക് ഇതിലുള്ളത്. ഇന്ന് നമ്മൾ ഇത്രയാണ് നമ്മൾ പഠിച്ചത്. നെക്സ്റ്റ് ക്ലാസ്സിൽ സെലക്ടിങ് ഓർ ആക്സസിങ് ഡാറ്റയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് ലോക്കും മൈലോക്കും, നമ്മളെങ്ങനെ ഒരു ഡാറ്റ സെലക്ട് ചെയ്യാം, റോ സെലക്ട് ചെയ്യണം എങ്ങനെയാ, കോളം സെലക്ട് ചെയ്യണം എങ്ങനെയാന്നുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്ലാസ്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അതോടൊപ്പം നിങ്ങൾ ഈ ചാനൽ മറ്റുള്ളവരെ കൂടി ഒന്ന് പരിചയപ്പെടുത്തുമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു.